LDF ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയെന്നോണമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം കിട്ടുമെന്ന ഇടതിന്റെ സ്വപ്നം ഇതോടെ മങ്ങിയെന്ന് വേണം പറയാൻ. ശരിക്കും സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. വലിയ കാര്യത്തിൽ പെൻഷനും മറ്റും കൂട്ടുകയും പുതിയ പെൻഷനുകൾ തുടങ്ങുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഒരു കാര്യവും ഉണ്ടായില്ല. ശബരിമലയിലെ സ്വർണം കട്ടതും കേരളത്തെ കടത്തിലാക്കിയതുമെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ട്. പോരാത്തതിന് ഇതൊക്കെ മറച്ചുവെക്കാനും ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഈ വിഷയം മാറ്റാനുമൊക്കെ സർക്കാർ കാണിച്ച കോപ്രായത്തരങ്ങളും ജനങ്ങൾ മറന്നിട്ടില്ല. അതുകൊണ്ട് ഇതിൽ ആകെ തകർന്നിരിക്കുകയാണ് ഇപ്പോൾ സർക്കാരും CPM-ലെ മറ്റ് നേതാക്കളും. അതുകൊണ്ട് തന്നെ പല മന്ത്രിമാരും പല നേതാക്കളും ഇതുവരെ ഈ പരാജയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ഇരട്ടച്ചങ്കന്റെ മന്ത്രിസഭയിലെ അംഗമായിരുന്ന മുതിർന്ന CPM നേതാവ് MM മണി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. എപ്പോഴത്തെയും പോലെ പതിവ് തെറ്റിക്കാതെ വിവാദ പരാമർശങ്ങൾ തന്നെയാണ് ഇത്തവണയും മണിസാർ നടത്തിയിരിക്കുന്നത്. മണി പറയുന്നത് എന്താന്ന് വെച്ചാൽ ജനങ്ങൾ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി പണി തന്നുവെന്നാണ്. വോട്ടർമാർ നന്ദികേട് കാണിച്ചുവെന്നും MM മണി വിമർശിച്ചു. ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി ശാപ്പാട് കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഏതോ തക്കതായ നൈമിഷികമായ വികാരത്തിന് വോട്ട് ചെയ്തുവെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദികേടല്ലാതെ പിന്നെ അനുകൂലമാണോ? ക്ഷേമ പ്രവർത്തനങ്ങൾ, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടികൾ ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ശാപ്പാട് കഴിച്ചവർ നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഒന്നാം തരം പെൻഷൻ മേടിച്ച് ഇഷ്ടം പോലെ തിന്നു. എന്നിട്ട് നേരെ എതിര് വോട്ട് ചെയ്തുവെന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ഒരുമാതിരി പിറപ്പ് പണി എന്ന് പറയും. ഇങ്ങനെ ജനങ്ങളെ കളിയാക്കുന്ന തരത്തിൽ വെറുപ്പിക്കുന്ന രീതിയിലാണ് മണി സംസാരിച്ചത്. അല്ലെങ്കിലും വായിൽ തോന്നുന്നതൊക്കെ യാതൊരു ചളുപ്പമില്ലാതെ സംസാരിക്കാൻ മണി കഴിഞ്ഞിട്ടേ വേറെ ആരുമുള്ളൂ. സത്യത്തിൽ വികസനത്തെക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് ദ്രോഹങ്ങളാണ് ചെയ്തതെന്ന് പറയേണ്ടി വരും. നമുക്ക് ഏതായാലും മണിയുടെ വീഡിയോ ഒന്ന് കാണാം. ക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തിയെന്ന് പറയുമ്പോഴും ഈ പെൻഷൻ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ സ്റ്റണ്ടായി, ഇലക്ഷൻ സ്റ്റണ്ടായി ആണോ ആളുകൾ കണ്ടത്? സ്റ്റണ്ടായിട്ടല്ല, ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചിട്ടുണ്ട് ആളുകൾ. എന്നിട്ട് ഏതോ തക്കതായ നൈമിഷികമായ വികാരത്തിന് എതിരെ വോട്ട് ചെയ്തുകൊണ്ടാണ്. പിന്നല്ലാതെ നന്ദികേടല്ല, നല്ല അനുകൂലമാണോ? ക്ഷേമ പ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ശാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. ശബരിമല വിഷയമൊന്നും അല്ലെന്നേ. ശബരിമല വിഷയത്തെ നമ്മളെന്നെ ചെയ്ത് രാഹുൽ മാങ്കൂട്ടം വിഷയമൊന്നും രാഹുൽ മാങ്കൂട്ടം വിശേഷം അതൊന്നും വലിയ വിഷയമൊന്നും ആയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾക്കാണ് ഇന്ന് രക്ഷയെന്നാണ് സ്ഥലത്ത് ഭൂപതി ചട്ട ഭേദഗതി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമായി. എന്നിട്ട് ഇത്രയും വലിയൊരു തിരിച്ചടി ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. എന്തുകൊണ്ടാണ് ഇത്തരൊരു വിധി വന്നതെന്ന് ഞങ്ങൾ സൂക്ഷ്മമായി എല്ലാ അർത്ഥത്തിലും പരിശോധിക്കും. അത് പരിശോധിക്കാതെ ഞാനിപ്പോ വ്യക്തിപരമായി എന്തെങ്കിലും പറയുന്നത് ശരിയല്ലോ. തോൽവി തന്നെ, അത് തോറ്റത്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഞങ്ങളുടെ പാർട്ടിയും LDF-ഉം പരിശോധിക്കും. ഇടുക്കി ജില്ലയിലെ കാര്യവും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഞങ്ങളുടെ പാർട്ടിയും വിശദമായി പരിശോധിക്കും. ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പെശ വന്നിട്ടുണ്ടോ, അഥവാ LDF-ന്റെ പ്രവർത്തനങ്ങളിലാണോ, അതോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലാണോ, ഇതെല്ലാം പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ്. അതാണല്ലോ ഞങ്ങളുടെ രീതി, അതാണ് ഞങ്ങളുടെ സമ്പ്രദായം. മാണി വിഭാഗം വലിയ ശക്തിയാകുമെന്നൊക്കെ പറഞ്ഞിട്ട് അടിതെറ്റി നാശമായിരിക്കും. അതിപ്പോ അങ്ങനെ ഒരു പാർട്ടിയെപ്പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അതൊക്കെ വിശദമായി നോക്കാം. ഏതായാലും തോൽവിയാണ്, അത് സമ്മതിക്കും. അത് എന്തുകൊണ്ട് എന്ന കാര്യം ഞങ്ങൾ വിശദമായി പരിശോധിക്കും. തിരുത്തൽ നടപടികൾ സ്വീകരിക്കും. അതല്ലേ പോംവഴി. അല്ല പിന്നെ തോറ്റു എന്നും പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? തോറ്റു എന്ന് പറഞ്ഞാൽ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ ഇറങ്ങണം. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അങ്ങോട്ട് പുറകോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല. തോൽവി പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, തോൽവി നേരിട്ടിട്ടുണ്ട്, പലപ്പോഴും ജയിച്ചിട്ടുണ്ട്.
തോറ്റപ്പോഴും ധൈര്യമായി മുണ്ടും മടക്കി കുത്തി നിന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. ഓ അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേറെ, ഇത് വേറെ. അല്ല, കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഉടുമ്പൻചോലയിൽ ഉൾപ്പെടെ UDF ജയിക്കാൻ പോവാണ് അടുത്ത നിയമസഭ. അത് അവിടെ അന്നേരം കാണാം, അന്നേരം കാണാം. നോക്കാം. തെരഞ്ഞെടുപ്പിലേക്ക് അധികം ദൂരമില്ല. ഇല്ല, എന്നാലും ഉണ്ടല്ലോ. ഈ ഒരു തോൽവിയെ വളരെ അതൊന്നും വലിയ പ്രശ്നമില്ല. ഇതൊന്നുമായി ബന്ധമില്ല. തദ്ദേശ നമ്മുടെ തെരഞ്ഞെടുപ്പ് അതിനേതായ ജനങ്ങളെ സ്വാധീനിച്ച പ്രശ്നം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. സെമിഫൈനൽ എന്നൊക്കെ പറയാൻ UDFന് പറയാം, വേറെ അല്ലാണ്ട് തലയ്ക്ക് വിവരമുള്ളവരാരും പറയില്ല. ഈ കഴിഞ്ഞ ടൈമിൽ ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും പഞ്ചായത്തുകളുടെയും പ്രവർത്തനം അല്ലെങ്കിൽ പ്രകടനം അത് വിലയിരുത്തപ്പെട്ടു. അങ്ങനൊന്നുമില്ലെന്നേ, ചുമ്മാ ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന എൽവിന്റെ കാര്യമുള്ളൂ. നല്ല ഒന്നാം തരം പെൻഷൻ മേടിക്കുക, ഇഷ്ടം പോലെ തിന്ന ആളുകൾ, എന്നിട്ട് നേരെ എതിര് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് പക്ഷേ ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. അതിന്റെ പേര് ഇതുമാതിരി പിറപ്പ് പണിയെന്ന് പറയും.